ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരമാണ് കൊച്ചി. ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ കൊച്ചി ഇപ്പോൾ അറിയപ്പെടുന്നത് മാളുകളുടെ നഗരം എന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് മാളുകളുള്ള നഗരം കൊച്ചിയാണ്. പ്രകൃതി സൗന്ദര്യവും പച്ചപ്പും ഇന്ന് കൊച്ചിക്കാർക്ക് ഓർമ്മകൾ മാത്രം. പുരോഗമനം അതെന്തു തന്നെയാണെങ്കിലും ആദ്യം വണ്ടി കയറുന്നത് കൊച്ചിയിലേക്കാണ്. നിരവധി ഷോപ്പിംഗ് മാളുകളുള്ള കൊച്ചിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ എന്ന വിശേഷണവുമായി ലുലു മാൾ വന്നതോടെ നഗരത്തിൻ്റെ റേറ്റിംഗ് കൂടി. ട്രാഫിക് ബ്ലോക്കുകൾ ആവശ്യത്തിനുണ്ടായിരുന്ന നഗരത്തിൽ ഇപ്പോൾ വണ്ടികൾ മുട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. സത്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഇതിനുമാത്രം മാളുകൾ കൊച്ചിയിൽ ആവശ്യമാണോ? കേരളത്തിൽ ആളുകൾ ശരിക്കും വിഡ്ഢികളാണ്. കാരണം വിദ്യാഭ്യാസം നിന്ന് മാത്രമേ ആളുകൾ കുറേ ഇടിച്ച് കയറും. പക്ഷേ ഒരു സാധനത്തിൽ 2 രൂപ വേണ്ടി വേറെ സാധനത്തിൽ 5 രൂപ കൂടുതലുണ്ടാവും. അത് വെളിയിൽ സാധനം മേടിച്ച് താരതമ്യം പെട്ട് നോക്കിയാൽ വ്യത്യാസം ഉണ്ടാവില്ല, കണക്കായിരിക്കില്ല. പിന്നെ കാണാനുണ്ടാവും അതിൻ്റെ അകത്ത്, അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. മാളിൽ നമ്മൾ സാധാരണക്കാരല്ല, നമ്മളൊക്കെ എടുത്തു പോകും. ഞങ്ങളൊക്കെ ഇത് എടുത്തു പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നാ പുറന്നറിയാൻ പറ്റില്ല. അതിൽ നമുക്കൊക്കെ കുഴപ്പമില്ല. അതൊക്കെ ദൈവവിധിയാണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. മാണമൊന്നുകൊണ്ട് ചെറുപ്പം അത് കുറെ ആൾ കുറെ പണം ഉണ്ടാക്കാതാണ്. സമ്പന്നർക്ക് കുറെ പണം ഉണ്ടാക്കാം, സാധാരണക്കാരുടെ ഒരു ഗുണം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ലുലു വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കച്ചവടം കൂടുതൽ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ദൂരെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ട് ഇവിടുത്തെ വില കണ്ടും അതൊക്കെ ഇഷ്ടംപോലെ കച്ചവടം നടക്കുന്നുണ്ട്. ലുലു വന്നുകൊണ്ട് ഗുണമുള്ള നമുക്ക് ദോഷം ഉണ്ടായിട്ടില്ല. ആവശ്യം ആളുകൾ ആവശ്യമുണ്ട്. കാരണം പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് വില കൂടുതൽ മേടിക്കുന്നുണ്ട് കടക്കാർ. ഇതേപോലെ ആളുകൾ മറ്റും ഒരുപാട് വില കുറവ് ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതിനകത്ത് വരുമ്പോൾ ഇത്ര സാധനം വില കുറവുണ്ട്. അതൊക്കെ ഗുണമാണ്, ആൾക്കാർക്ക് ഗുണമാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ. സാധനങ്ങളുടെ വില കുറവുണ്ട്, ഒരുപാട് കുറവുണ്ട്. വില കുറവുണ്ട്. തേങ്ങയ്ക്ക് തന്നെ അവിടെ 6.50 വിട്ട തേങ്ങ അവിടെ 12 രൂപ പുറത്തുനിന്ന് മേടിക്കണം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേറെ ഉണ്ട്. അത് മാത്രമല്ല, എല്ലാം മേടിക്കാവുന്ന ഒരു സ്ഥലം, അതാണ് ആൾക്കാർ നോക്കുന്നത്. A മുതൽ Z വരെ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് മേടിക്കാൻ പറ്റിയ സ്ഥലമാണ് ആൾക്കാരുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സാധനം മേടിച്ച് പിന്നെ അപ്പുറത്തെ കടയിൽ പോയി സാധനം മേടിച്ച് ഇതൊന്നുമില്ല. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. A മുതൽ Z വരെ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു മാളുകളാണ് ആൾക്കാർക്ക് ആവശ്യം. അവിടെ നിന്ന് ആൾക്ക് ഇത്ര തിരക്കും. ഒരുപാട് ആൾക്കാർ ഇഷ്ടംപോലെ നല്ല അഭിപ്രായങ്ങൾ ആൾക്കാർ വേണം. കൊച്ചി ഒരു മോൾ സിറ്റി ആയി മാറുമെന്ന് പറയുകയാണെങ്കിൽ മാറും, തീർച്ചയായിട്ടും മാറി. ഇപ്പോൾ ഉണ്ടല്ലോ ബ്രോ മാറും. എല്ലാം ഈ ഭാഗത്ത് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ മാളുകൾ വേളമുണ്ട്, ഇഷ്ടംപോലെ മാളുകളുണ്ട്. മാളുകൾ നഗരത്തിൽ വരുന്നതുകൊണ്ട് ടൂറിസത്തിനും കച്ചവടത്തിനും വൻ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് സാധനങ്ങൾ ധാരാളമാണ് മിക്ക മാളുകളിലും. അകം കാഴ്ചകൾ സുന്ദരമായ ഷോപ്പിംഗ് മാളുകളുടെ പുറം കാഴ്ചകൾ അത്രയ്ക്ക് സുന്ദരമല്ല. മാലിന്യത്തിൽ നിന്നുമുള്ള മോചനം മാൾ സിറ്റി ആയപ്പോഴെങ്കിലും കൊച്ചിക്കാർ പ്രതീക്ഷിച്ചു. എന്നാൽ മാളുകളുടെ പരിസരങ്ങൾ പോലും പഴയ അവസ്ഥ തന്നെ. പുരോഗമിക്കുന്ന നഗരത്തിൽ വൃത്തിയുടെ കാര്യത്തിലും ട്രാഫിക് ബ്ലോക്കുകളുടെ കാര്യത്തിലും പുരോഗമനം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? കൊതുകിൻ്റെ സ്വന്തം നാടുകൂടിയായ കൊച്ചിക്ക് കൊതുകുകടി കൊള്ളാതെ ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റില്ല. അതിന് മുഖ്യ കാരണം പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങളാണ്. മാളുകൾ കൂടും തോറും പലതരത്തിലുള്ള മാലിന്യങ്ങളും വർദ്ധിക്കുകയാണ്. നിരവധി വിശേഷണങ്ങളാൽ ശ്രദ്ധിക്കപ്പെട്ട നഗരത്തിൽ അല്പം വൃത്തിയും കൂടിയായാൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 നഗരമായി മാറാൻ കൊച്ചിക്ക് സാധിക്കും. മാളുകൾ കെട്ടിപ്പൊക്കുന്നത് പോലെ തന്നെ പരിസരവും വൃത്തിയാക്കുകയാണെങ്കിൽ കൊച്ചിക്കാരും ഹാപ്പിയാകും.